നമ്മളൊരു സെഗ്മെന്റ് ആണ് കണ്ടിട്ടുള്ളത്, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അല്ലേ. മീൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ സ്മാളസ്റ്റ് നമ്പർ ബിറ്റ്വീൻ ടു നമ്പർ. ഓക്കെ, സോ ഇതിൻ്റെ കോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓവർലോഡിങ്. ഓക്കെ, മെത്തേഡ് ഓവർലോഡിങ് CPPയിലെ ഫംഗ്ഷൻ ഓവർലോഡിങ് തന്നെയാണ്. സെയിം ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ മെത്തേഡ് നെയിം ആയിരിക്കും അല്ലേ, ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ വെൻ എ ക്ലാസ് ഹാസ് 2 or more methods by the same name but different parameters, it is known as method overloading. It is different from overriding. In overriding, a method has the same method name, type, number of parameters, etc. Okay, overriding നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങും CPPയിൽ കണ്ടു. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ജാവയിലും. അവിടെ ഫംഗ്ഷൻ ഓവർലോഡിങ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്ങിന് പകരം ഫംഗ്ഷന് പകരം മെത്തേഡ് എന്നാണ് പറയുന്നത്. മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലെറ്റ്സ് കൺസിഡർ ദ എക്സാമ്പിൾ ഡിസ്കസ്ഡ് ഏരിയ ഫോർ ഫൈൻഡിങ് മിനിമം നമ്പർ ഓഫ് ഇൻറ്റീജർ ടൈപ്പ്. If let's say we want to find the minimum number of double type, then the concept of overloading will be introduced to create 2 or more methods with the same name but different parameters. Okay, integer type-ലുള്ള നമ്പേഴ്സും അതുപോലെ തന്നെ ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ഡബിൾ സൈസ് വരുന്നതാണ് ഡബിൾ ടൈപ്പ്, ഡബിൾ ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇൻറ്റീജർ നമ്പേഴ്സ് രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സ് രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സ്മാളസ്റ്റ് നമ്പറും രണ്ട് ഡബിൾ ഡാറ്റ ടൈപ്പ് നമ്പേഴ്സിൻ്റെ കമ്പയർ ചെയ്ത സ്മാളസ്റ്റ് നമ്പേഴ്സും കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ ഓവർലോഡിങ്, ഇത് പബ്ലിക് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലാസ്സിൻ്റെ വിസിബിലിറ്റി മോഡാണ്. ഓക്കെ, ഈ ക്ലാസ് ഈ ഒരു പ്രോഗ്രാം നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, സോ പബ്ലിക് ക്ലാസ് എക്സാമ്പിൾ ഓവർലോഡിങ്. ഓക്കെ, എക്സാമ്പിൾ ഓവർലോഡിംഗ് എന്നാണ് നമ്മുടെ ക്ലാസ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഓക്കെ, ഇനി ക്ലാസ്സിൻ്റെ അകത്ത് നോക്കുക. ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, ജാവയിലെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ്. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കണം. ഈ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റും ഒക്കെ ഉണ്ടാവണം, എങ്കിലേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, സോറി, ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. മെയിൻ ഫംഗ്ഷൻ്റെ ക്ലാസ് ഏറ്റവും ക്ലാസ്സിൽ തന്നെ അവസാനിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഈ മെത്തേഡ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഓക്കെ, ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഓക്കെ, ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഇവിടുത്തെ മെത്തേഡ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, ഇവിടെ അവസാനിക്കുന്നത് നമ്മുടെ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് അവസാനിക്കുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷൻ നോക്കാം. ക്ലാസ്സിൻ്റെ അകത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം എക്സാമ്പിൾ ഓവർലോഡിങ്, മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് സ്ട്രിങ് ആർഗ്സ്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഇൻസ്റ്റൻസ്, വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് അല്ലേ, നമ്മുടെ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും. ഓക്കെ, അപ്പോൾ ഇവിടെ ABCD അങ്ങനെ 4 വേരിയബിൾസ് ആണ് ഉള്ളത്. ദെൻ ഇൻറ്റ് result1
ഡബിൾ റിസൾട്ട് 2. ഓക്കെ, റിസൾട്ട് 1 റിസൾട്ട് 2, അപ്പം 6 വേരിയബിൾസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇൻറ്റ് റിസൾട്ട് 1 ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് എ കോമ ബി. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ കോൾ ആണ്. ഓക്കെ, റിസൾട്ട് 1 ഇസ് ഇക്വൽ ടു ഈ മീൻ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാണ്. ആ മീൻ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ? എ ആൻഡ് ബി. ഇതുവരെ ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ബാക്കിയുള്ളവർക്കോ? ദീപ്തി, രോഹിത്, ഇതുവരെ ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ കുറവാണോ ഒന്ന്? വൈഷ്ണവി, അപർണ, അരുൺ, ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ ഇനി നോക്കാം ഫംഗ്ഷൻ കോൾ, സോറി മെത്തേഡ് കോൾ ആണ് ഇവിടെ അല്ലേ. ജാവയാണ്, മെത്തേഡ് ആണ്, ഫംഗ്ഷൻ അല്ല. ഓക്കെ, സോ ഇവിടെ മിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുന്നതാണ് ഇവിടെ. നമ്മൾ സാധാരണ CPP-യിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ജാവയിലും ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ തന്നെ എങ്ങോട്ട് പോകും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ ഈ ക്ലാസ്സിന്റെ അകത്ത് തന്നെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? മിൻ ഫംഗ്ഷൻ ഉണ്ട്, 2 മിൻ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. മെത്തേഡ് ഓവർലോഡിംഗ് ആണ് പറയുന്നത്. മിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് മെത്തേഡിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ അനുസരിച്ചിട്ടിരിക്കും അല്ലെ. നമ്മൾ പാസ് ചെയ്യുന്നത് 2 ഇൻറ്റീജർ പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ 2 ഇൻറ്റീജർ പാരാമീറ്റേഴ്സ് തന്നെ പാസ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റിൽ കാണിക്കുന്ന മിൻ ഫംഗ്ഷനിലേക്കാണ്. സെക്കൻഡിൽ കാണിക്കുന്ന മിൻ ഫംഗ്ഷനിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള 2 പാരാമീറ്റേഴ്സ്, 2 വേരിയബിൾസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ കറക്റ്റ് ഈ ഒരു ഫസ്റ്റ് മിൻ ഫംഗ്ഷനിലേക്ക് തന്നെ എന്തു പോവും? കൺട്രോൾ, എക്സിക്യൂഷൻ കൺട്രോൾ പോകും. ഓക്കെ, ഈ 2 മിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഈ N1ലേക്ക് എന്റെ വാല്യൂ, N2ലേക്ക് ബിന്റെ വാല്യൂ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, A = 11, B = 6. So now the variable N1 has the value 11 and N2 എന്താ വാല്യൂ? 6 അല്ലെ. N2 6 ആണ്. ഓക്കെ, N1 is equal to 11 and N2 is equal to 6. Okay, then ഈ ഒരു ഫംഗ്ഷൻ, സോറി ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. മിൻ ഫംഗ്ഷൻ 2 ഇൻറ്റീജർ വേരിയബിൾ പാസ് ചെയ്യുന്ന ഈ ഒരു മിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇൻറ്റ് മിൻ എന്ന് പറയുമ്പോൾ തന്നെ മിൻ എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് സ്പേസ് അലൊക്കേറ്റ് ചെയ്യും. ദെൻ ചെക്കിങ് ഇഫ് എൽസ് വെച്ചിട്ട് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് എൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുവാണ്. N1 greater than N2, that means 11 greater than 6, ട്രൂ ആണ് അല്ലെ. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, മിൻ ഇസ് ഇക്വൽ ടു N2. സോ 11 greater than 6 ട്രൂ ആണ്. സോ ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. മിൻ എന്നുള്ള വേരിയബിളിലേക്ക് എന്ത് കൊടുക്കും? N2ന്റെ വാല്യൂ. സോ മിൻ ഇപ്പോ എത്ര ഉണ്ട്? മിൻ ഇസ് ഇക്വൽ ടു 6 അല്ലെ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കാം, എൽസ് പാർട്ട് ഇനി എക്സിക്യൂട്ട് ചെയ്യോ? മിൻ ഇക്വൽ ടു 6 ആയിട്ടുണ്ട്, ഇനി എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യോ? റെസ്പോണ്ട് ചെയ്തേ. എൽസ് പാർട്ട് ഇനി എക്സിക്യൂട്ട് ചെയ്യോ? റെസ്പോണ്ട് ചെയ്യൂ. പിള്ളേരെ, ഇഫ് എൽസ് എന്തായിരുന്നു? വേർഡ് എടുക്കണോ? ഹലോ,
ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ CPP പഠിച്ച അതേ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് സെയിം എക്സിക്യൂഷൻ ഫ്ലോ തന്നെയാണ് ജാവയിലും. ഓക്കെ, അപ്പം ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ ശരിക്കും സിന്റാക്സ് എന്തായിരുന്നു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ? ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ്, പിന്നെ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലെ? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, എൽസിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യൂല, സ്കിപ്പ് ചെയ്യും അല്ലെ? ഇനി ഇഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ നമ്മൾ ഈ ഇഫിന്റെ ബോഡി സ്കിപ്പ് ചെയ്യും, എൽസ് ബോഡി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഇത് മനസ്സിലായില്ലേ? നമ്മൾ കുറെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ള കാര്യമാണത് ഇഫ് എൽസ്. റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ സെയിം കാര്യമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ജാവയിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2. n1ൽ ഇപ്പൊ എന്താണ് വാല്യൂ ഉള്ളത്? n1ന്റെ വാല്യൂ എന്താണ്? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയുവോ? സോറി, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുവോ? n1ന്റെ വാല്യൂ എന്താണ് ഇപ്പോ? ഹലോ, ഇവിടെ നോക്കിയേ. നമുക്ക് ഈ ക്ലാസ്സിന്റെ അകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്? ABCD, റിസൾട്ട് 1, റിസൾട്ട് 2. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി എന്റെ വാല്യൂ എന്താണ്? എന്റെ വാല്യൂ എന്താണ്? 11 അല്ലേ? ബിന്റെ വാല്യൂ 6, സിന്റെ വാല്യൂ 7.3, ഡിന്റെ വാല്യൂ 9.4 അല്ലെ? ഇനി റിസൾട്ട് 1ലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. എങ്ങനെ? ഈ ഒരു മിൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട്, ഈ ഒരു മിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് ആണ് ഈ റിസൾട്ട് 1ലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആ മിൻ ഫംഗ്ഷൻ ചെയ്യുന്ന ടാസ്ക് എന്താ വെച്ചാല് ഈ രണ്ട് ഇൻഡിവിജ്വൽ വേരിയബിൾ എ ആൻഡ് ബി, ഈ രണ്ട് ഇൻഡിവിജ്വൽ വേരിയബിളിലെ വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് അതിലെ സ്മാളസ്റ്റ് വാല്യൂ എന്താന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം ആ സ്മാളസ്റ്റ് വാല്യൂ ആണ് ഈ റിസൾട്ട് 1ലേക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, മിൻ ഫംഗ്ഷൻ. ഓക്കെ, ഓക്കെ ആണോ? ആണോ? രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് സ്മാളസ്റ്റ് വാല്യൂ എന്ന് കണ്ടുപിടിക്കുകയാണ്, സ്മാളസ്റ്റ് നമ്പർ. ഓക്കെ, അതാണ് ഈ മിൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ എക്സാമ്പിൾ, ഓവർലോഡിങ്ങിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. രണ്ട് നമ്പർ കമ്പയർ ചെയ്തിട്ട് സ്മാളസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിജർ വേരിയബിൾസും ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഡാറ്റ ടൈപ്പിൽ വരുന്ന രണ്ട് വേരിയബിൾസും ഉണ്ട്, സി ആൻഡ് ഡി, ഇൻഡിജർ വേരിയബിൾസ് എ ആൻഡ് ബി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻഡിജർ വേരിയബിൾസിൽ സ്മാളസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് വേണം, അതുപോലെ തന്നെ ഡബിൾ ഡാറ്റ ടൈപ്പിൽ വരുന്ന വേരിയബിൾസിന്റെ സ്മാളസ്റ്റ് കണ്ടുപിടിക്കാൻ വേറൊരു ഡാറ്റ ടൈപ്പ് വേറൊരു മെത്തേഡും വേണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡിന്റെയും നെയിം നമ്മൾ സെയിം ആയിട്ട് വെച്ചിട്ടുണ്ട്, പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എന്താണ്, മെത്തേഡ് ഓവർലോഡിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ഈ റിസൾട്ട് 1, റിസൾട്ട് 2ലാണ് നമ്മുടെ സ്മാളസ്റ്റ് നമ്പേഴ്സ് വെക്കേണ്ടത്. റിസൾട്ട് 1ല് ഇൻഡിവിജ്വൽ നമ്പേഴ്സിന്റെ സ്മാളസ്റ്റ് നമ്പറും റിസൾട്ട് 2ല് ഡബിൾ ഡാറ്റ ടൈപ്പ് വരുന്ന വേരിയബിൾസിന്റെ സ്മാളസ്റ്റ് നമ്പറും ആണ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ റിസൾട്ട് 1ല് നമ്പർ വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ നമ്പേഴ്സ് കമ്പയർ ചെയ്ത് സ്മാളസ്റ്റ് നമ്പർ തരുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ആ മെത്തേഡാണ് മിൻ ഫംഗ്ഷൻ. ഡബിളിന്റെയും മിൻ ഫംഗ്ഷൻ തന്നെയാണ്, ബട്ട് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മിൻ ഫംഗ്ഷൻ ഇൻഡിജർ നമ്പേഴ്സ് പാസ് ചെയ്യുന്ന ഫംഗ്ഷൻ മെത്തേഡിനെയാണ് കോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മിൻ ഫംഗ്ഷനിലേക്ക് ഫസ്റ്റ് എ,
എന്നുള്ള വേരിയബിൾ ആണ് പാസ് ചെയ്യുന്നത്. ദെൻ ബി അല്ലെ. അപ്പൊ ഈ മിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ നമുക്ക് രണ്ട് മിൻ ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. മിൻ ഫംഗ്ഷൻ എന്നുള്ള പേരിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് രണ്ട് ഇന്റീജർ വേരിയബിൾസ് പാസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കും അല്ലെ. ഫസ്റ്റിലത്തെ മിൻ ഫംഗ്ഷനിലാണ് ഇന്റീജർ വേരിയബിൾസ് പാസ് ചെയ്യുന്നത്. സെക്കൻഡിൽ നമുക്ക് എന്താണ് ഡബിൾ ഡാറ്റ ടൈപ്പ് വരുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫംഗ്ഷൻ കോളിൽ ഇന്റെ റിസൾട്ട് 1 = മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ബിയിൽ എന്തെടുക്കില്ല, ഈ സെക്കൻഡ് കാണുന്ന ഡബിൾ ഡാറ്റ ടൈപ്പ് വരുന്ന പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത് എടുക്കില്ല, നേരെ ഇതന്നെ എടുക്കുള്ളൂ. മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് n1 ഇൻറ്റ് n2. ഓക്കെ, ഇത് തന്നെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കോൾ ചെയ്യുന്നോടത്ത് മെയിൻ ഫംഗ്ഷൻ ഫസ്റ്റ് എ ആണ് പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഫസ്റ്റ് n1 ആണുള്ളത് ഇവിടെ ഡെഫിനിഷനിൽ, മെത്തേഡ് ഡെഫിനിഷനിൽ. ഓക്കെ, അപ്പൊ ഈ n1ലേക്ക് ഈ എന്റെ വാല്യൂ കൊടുക്കും. ഓക്കെ, n1ലേക്ക് എന്റെ വാല്യൂ എന്താണ് 11. n1ലേക്ക് ഇപ്പോ 11 ആണ് വാല്യൂ ആയിട്ടുള്ളത്. ഓക്കെ ആണോ? സിമിലർലി n2 ഹാസ് 6. ഇതൊക്കെയാണോ? n1 = 11, n2 = 6. ഇതൊക്കെയാണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു മെയിൻ ഫംഗ്ഷൻ a, b എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു എക്സിക്യൂഷൻ കൺട്രോൾ ഇങ്ങോട്ടേക്ക് പോയി അല്ലെ, ഈ ഒരു ഫംഗ്ഷനിലേക്ക് പോയി. n = 11, n1 = 11, n2 = 6. ഇനി ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ തിരിച്ചിങ്ങോട്ടേക്ക് നമ്മൾ പോവുള്ളൂ അല്ലെ. അപ്പം ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻറ്റ് മിൻ എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, then if else conditional statement വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് this n1 and n2. okay, if n1 greater than n2, that means n1 11 ആണുള്ളത്, n2 6 ആണുള്ളത്. 11 greater than 6 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ? കമന്റ് ചെയ്തേ. ലെവൻ ഗ്രേറ്റർ ദാൻ 6 എന്താണ്? ട്രൂ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യോ എൽസിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യോ? ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എൽസിന്റെ ബോഡി എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യോ? എൽസിന്റെ ബോഡി സ്കിപ്പ് ചെയ്യും അല്ലെ. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഫിന്റെ ബോഡിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മിൻ = n2. അതായത് n2 6 ആണുള്ളത്. 6 എന്നുള്ള ആ സ്മാളസ്റ്റ് വാല്യൂ നമ്മൾ മിന്നിലേക്ക് കൊടുത്തു. ഇപ്പൊ മിൻ എന്ന് പറയുന്ന ആ വേരിയബിൾ എന്തുണ്ട്? 6 എന്നുള്ള സ്മാളസ്റ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ എൽസിന്റെ ബോഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ നമ്മൾ അങ്ങോട്ട് പോവും. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ മിൻ അതിലേക്ക് പോവും. ഓക്കെ, റിട്ടേൺ മിൻ. ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ആ റിട്ടേൺ മിൻ എങ്ങോട്ടേക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക? നമ്മൾ എവിടെ നിന്നാണോ ഈ ഒരു ഫംഗ്ഷൻ കോള് വിളിച്ചത്, ഈ മിൻ ഫംഗ്ഷൻ, ഈ ഒരു മിൻ ഫംഗ്ഷൻ ഇന്റീജർ നമ്പേഴ്സ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു മിന്നുള്ള ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് ഇവിടെ നിന്നാണ്, മെയിൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഈ മിൻ കോൾ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം കറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഈ ഒരു മിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിന്നിന്റെ വാല്യൂ എന്താണ്? 6 എന്നുള്ള ആ ഒരു വാല്യൂ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. 6 ഇന്റെ റിസൾട്ട് 1 = 6 എന്നുള്ള രീതിയിലാവും. ഓക്കെ, അപ്പൊ റിസൾട്ട് 1ൽ എന്ത് വരും? വാല്യൂ 6 എന്നുള്ളത് വരും. ഓക്കെ, റിസൾട്ട് 1ൽ എന്ത് വന്നു? ഇന്റീജർ വേരിയബിൾസ് ആയിട്ടുള്ള എ ബിന്റെ സ്മാളസ്റ്റ് നമ്പർ വന്നു റിസൾട്ട് 1ൽ. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ.
ഓക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു തരാം, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. അഭിജിത്ത്, ദീപ്തി, സനില, ഇവർ മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ? ശിശിര, അർച്ചിത. ഓക്കെ, ഇനി റിസൾട്ട് 1ൽ ഇപ്പൊ എന്ത് വന്നു? 6 എന്നുള്ള വാല്യൂ വന്നു അല്ലെ. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡബിൾ റിസൾട്ട് 2 ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് സി ഡി. ഓക്കെ, ഇത് കമന്റ് ആണ് കേട്ടാ. ഈ രണ്ട് ലൈൻ വന്നിട്ട് സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് കമന്റ് ആണ്. ഇത് കമ്പൈലർ വായിക്കില്ല. ഓക്കെ, ഇത് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നമുക്ക് കമന്റ് ചെയ്യാം. എന്താ ചെയ്യുന്നത്? പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ജസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണ്. ഓക്കെ, സോ അത് കമ്പൈലർ വായിക്കില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡബിൾ റിസൾട്ട് 2 ഈക്വൽ ടു മെയിൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി. എന്തിനുള്ളതാണ്? റിസൾട്ട് 2ൽ നമുക്ക് ഡബിൾ ഡാറ്റ ടൈപ്പിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്ത് സ്മാളസ്റ്റ് സേവ് ചെയ്യണം അല്ലെ. എവിടെ സേവ് ചെയ്യണം? റിസൾട്ട് 2 എന്നുള്ള ഈ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. ഓക്കെ ആണോ? റിസൾട്ട് 2 എന്നുള്ള ഈ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി വേറൊരു മെത്തേഡ് കോള് അല്ലെ ചെയ്യുന്നു. മീൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി അല്ലെ. മീൻ ഫംഗ്ഷൻ എന്നുള്ള സെയിം നെയിം ആണ്, ബട്ട് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള പാരാമീറ്റേഴ്സ് ആണ്, സിയും ഡിയും അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് മീൻ ഫംഗ്ഷൻ 7.3, 9.4 ആണ് ശരിക്കും ഇവിടെ പാസ് ചെയ്യുന്നത് അല്ലെ. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? കമന്റ് ചെയ്തേ. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് കോളില് ഡബിൾ റിസൾട്ട് 2 ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി. ഏത് മീൻ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ഫസ്റ്റത്തെ ആണോ സെക്കൻഡത്തെ ആണോ? ഉത്തരം പറഞ്ഞേ. കമന്റ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റത്തെ ഈ ഒരു മീൻ ഫംഗ്ഷൻ ആയിരിക്കോ സെക്കൻഡത്തെ ഈ ഒരു മീൻ ഫംഗ്ഷൻ ആയിരിക്കോ? ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും ഈ റിസൾട്ട് 2 ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആ ഒരു മെത്തേഡ് കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് സെക്കൻഡ്. ഓക്കെ ആണോ? എൽസ് എന്താ ശിശിര? എൽസ് ശ്രദ്ധിക്കുക കേട്ടാ, നോക്കാം. അപ്പോൾ സെക്കൻഡ് റിസൾട്ട് 2 ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി. ഈ എൽസ് പാർട്ട് എപ്പോഴേ ചെയ്യുള്ളൂ? ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മള് ഈ ഒരു ഇഫ് എൽസിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, എൽസിന്റെ ബോഡി സ്കിപ്പ് ചെയ്യും അല്ലെ. ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ ഇഫിന്റെ ബോഡി സ്കിപ്പ് ചെയ്യും, എൽസിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതവിടെ തീർന്നു. ഓക്കെ, അതവിടെ തീർന്നു. ഈ ഒരു റിട്ടേൺ മിന്ന് നമ്മൾ കൊടുത്തു, ആ ഒരു മിന്നിലുള്ള വാല്യൂ റിസൾട്ട് 1ൽ സേവ് ചെയ്തു. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു മിൻ ഫംഗ്ഷൻ, ഈ ഒരു ഇൻറ്റീജർ വേരിയബിൾ പാസ് ചെയ്യുന്ന ഈ ഒരു മിൻ ഫംഗ്ഷൻ അകത്തുള്ള വാല്യൂസ് ഈ ഒരു ക്ലോസിംഗ് ബ്രേസസ് വരെ കാണുള്ളൂ. കേൾക്കുന്നുണ്ടോ? അവിടെ റിട്ടേൺ മിന്ന് കഴിഞ്ഞതിന് ശേഷം, റിട്ടേൺ മിന്ന് കൊടുത്തതിന് ശേഷം 6 ഇവിടെ വാല്യൂ ഇവിടെ കൊടുത്തു. ഓക്കെ, പിന്നെ ഈ N1ൽ N2ലൊന്നും സെയിം വാല്യൂസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഈ മിന്ന് N1 N2 എന്നൊക്കെ പറയുന്നത് ഈ ഒരു മിൻ ഫംഗ്ഷൻ, ഇൻറ്റീജർ വേരിയബിൾസ് പാസ് ചെയ്യുന്ന ഈ ഒരു മിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ അവർക്കൊക്കെ ലൈഫ് ഉള്ളൂ. ഓക്കെ, ലോക്കൽ വേരിയബിൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ആ പാർട്ട് ഇവിടെ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡബിൾ റിസൾട്ട് ഇസ് ഇക്വൽ ടു മീൻ ഫംഗ്ഷൻ ഓഫ് സി കോമ ഡി. അപ്പൊ ഇവിടെ നമ്മൾ സി കോമ ഡി ആണ് പാസ് ചെയ്യുന്നത്. സിയും ഡിയും ഡബിൾ ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ മീൻ ഫംഗ്ഷൻ എന്ന് പേരുള്ള ഒരു മെത്തേഡ്
അതിലേക്ക് ഡബിൾ ഡാറ്റ ടൈപ്പ് വരുന്ന 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടോ എന്നാണ് കമ്പൈലർ ചെക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് മീൻ ഫംഗ്ഷനിലേക്ക് നോക്കും. മീൻ ഫംഗ്ഷൻ അവിടെ 2 ഇൻറ്റീജർ വേരിയബിൾസ് ആണ് പാസ് ചെയ്യുന്നത്. സോ ഈ മീൻ ഫംഗ്ഷൻ എടുക്കൂല. ഓക്കെ, സെക്കൻഡ് മീൻ ഫംഗ്ഷനിലേക്ക് പോവും. അവിടെ എന്താണ് ഡബിൾ ആണ് അല്ലേ. ഡബിൾ ഡാറ്റ ടൈപ്പ് വരുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. സോ ഈ സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഇവിടെ ഡബിൾ n1 n2, n1ലേക്ക് സിന്റെ വാല്യൂ, n2ലേക്ക് ഡിന്റെ വാല്യൂ ആയിരിക്കും എടുക്കുക. സിന്റെ വാല്യൂ 7.3, ഡിന്റെ വാല്യൂ 9.4. ഓക്കെ, സോ n1 equal to 7.3, n2 is equal to 9.4. ഇവിടെ മിൻ ഡബിൾ മിന്ന് കൊടുത്തിട്ടുണ്ട്. മിൻ എന്നുള്ളൊരു വേരിയബിള് സ്പേസ് അലൊക്കേറ്റ് ചെയ്യും. n1 ഗ്രേറ്റർ ദാൻ n2, 7.3 ഗ്രേറ്റർ ദാൻ 9.4 ആണോ? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, ഇഫ് എൽസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2, കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ? കമന്റ് ചെയ്യുന്നുണ്ടോ? ഫാൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യോ അതോ എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്യോ? എൽസ് ബോഡി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അത് ശരി, ഓക്കെ ശിശിര. ഓക്കെ, അപ്പം ഇഫ് ബോഡി സ്കിപ്പ് ചെയ്തിട്ട് ഇതിന്റെ എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ഓക്കെ, എൽസ് ബോഡിയിൽ എന്താ ഉള്ളത്? മിൻ ഇസ് ഇക്വൽ ടു n1 അല്ലെ. മിന്നുള്ള ആ വേരിയബിളില് n1 7.3 എന്നുള്ള വാല്യൂ കൊടുത്തു. ദെൻ റിട്ടേൺ മിൻ. എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? എവിടെ നിന്നാണോ ഈ ഒരു ഫംഗ്ഷനെ വിളിച്ച് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചത് ഇവിടെ നിന്നാണ്. മിൻ ഫംഗ്ഷൻ ഓഫ് സി ഡി ആണ് അല്ലെ. മിൻ ഫംഗ്ഷൻ ഓഫ് എ ബി ആണോ? അല്ല, മിൻ ഫംഗ്ഷൻ ഓഫ് സി ഡി ആണ്. സോ ആ 7.3 എന്നുള്ള വാല്യൂ എങ്ങനെ റിസൾട്ട് 2ലേക്ക് പോകും അല്ലെ. റിസൾട്ട് 2ൽ ഇപ്പോൾ 7.3 എന്നുള്ള വാല്യൂ ഉണ്ട്, റിസൾട്ട് 1ൽ 6 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഒരു റിസൾട്ട് 1ലും റിസൾട്ട് 2ലുള്ള വാല്യൂസ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, സിസ്റ്റത്തിന്റെ എസ് ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ മിനിമം വാല്യൂ ഈക്വൽ ടു എന്നുള്ളത് അങ്ങനെ പ്രിന്റ് ചെയ്യും. അതിന്റെ കൂടെ സെയിം ലൈനിൽ 6 എന്നുള്ളത് പ്രിന്റ് ചെയ്യും അല്ലെ. റിസൾട്ട് 1ന്റെ വാല്യൂ 6 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ പ്ലസ് സൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ കൂടെ തന്നെ 6 പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും കേട്ടോ. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ മിനിമം വാല്യൂ ഈക്വൽ ടു എന്ത് പ്രിന്റ് ചെയ്യും? 7.3 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ പ്ലസ് വെക്കണം കേട്ടോ, ഈ പ്ലസ് വെക്കാൻ മറക്കരുത്. അങ്ങനെ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ആയി, ക്ലാസ്സും ക്ലോസ് ആയി. ഓക്കെ, the minimum value equal to 6, minimum value equal to 7.3. Overloading methods make program readable. Here 2 methods are given by the same name but with different parameters. The minimum number from integer and double types is the result. Okay ആണോ? ഇത്രയും പറഞ്ഞത്. ഹലോ, ഓക്കെ. ദെൻ നമുക്ക് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് CPP-യിലുള്ളത് പോലെ ജാവയിലും ഉണ്ട്. ക്ലാസ്സിൽ കൺസ്ട്രക്ടേഴ്സ് വേണം അല്ലേ. നമ്മൾ കൺസ്ട്രക്ടേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫാൾട്ട് കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒബ്ജക്റ്റിനെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ഈ കൺസ്ട്രക്ടേഴ്സ് തനിയെ തന്നെ വന്നോളും. ഓക്കെ, അപ്പം ഈ ഒരു കൺസ്ട്രക്ടേഴ്സും സെയിം കാര്യം തന്നെയാണ്, ക്ലാസ് CPP-യിൽ പഠിച്ച പോലെ തന്നെയാണ്. ശരിക്കും നമ്മുടെ ക്ലാസിന്റെ നെയിം തന്നെയായിരിക്കും കൺസ്ട്രക്ടറുടെ നെയിമും. ഓക്കെ, ഇതൊരു ഡിഫാൾട്ട് കൺസ്ട്രക്ടർ ആണ്, നമ്മളൊന്നും തന്നെ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻസ് വേരിയബിളിൽ ഒബ്ജക്ട് ക്രിയേഷൻ സമയത്ത് ഇത് തനിയെ ഇൻവോക്ക് ആയിക്കോളും. ഓക്കെ, സോ ഇവിടെ നോക്കാം, ഒരു സിമ്പിൾ കൺസ്ട്രക്ടർ, സിമ്പിൾ എക്സാമ്പിൾ ആണ് ക്ലാസ് മൈ ക്ലാസ് ഇൻഡ് എക്സ്. ഓക്കെ, അപ്പൊ ക്ലാസിന്റെ അകത്ത് തന്നെ കൺസ്ട്രക്ടർ, ഡിഫാൾട്ട് കൺസ്ട്രക്ടർ മൈ ക്ലാസ്, വേറെ ഒന്നുമില്ല, ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, ക്ലാസിന്റെ നെയിം മാത്രമേ ഉള്ളൂ.
ഓക്കെ, ക്ലാസ്സിന്റെ നെയിമും ഈ ഒരു ബ്രാക്കറ്റും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, നമ്മൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിന് വാല്യൂ കൊടുത്തു, x is equal to 10. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു theory വായിക്കാം. A constructor initializes an object when it is created. It has the same name as its class and is syntactically similar to a method. However, constructors have no explicit return type. Typically, you will use a constructor to give initial values to the instance variables defined by the class or to perform any other startup procedures required to create a fully formed object. All classes have constructors whether you define one or not, because Java automatically provides a default constructor that initializes all member variables, instance variables, to 0. However, once you define your own constructor, then the default constructor is no longer used. Okay? Okay ആണോ? നമ്മൾ CPP പഠിച്ചിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു മൈ ക്ലാസ് എന്നുള്ള ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ എക്സ് എന്ന് ക്രിയേറ്റ് ചെയ്തു. ഒപ്പം എന്ത് വന്നു, എക്സിന് ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് എക്സിന് 10 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മൈ ക്ലാസ് എന്നുള്ളത് ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമാണ്. നമ്മുടെ മെയിൻ ഫങ്ഷൻ വരുന്നതാണ് കോൺസ് ഡെമോയില്. ഓക്കെ, പബ്ലിക് ഈ രണ്ട് ക്ലാസ്സും ഒരൊറ്റൊരു പ്രോഗ്രാമിലുള്ളതാണ്. ഓക്കെ, ഒരൊറ്റൊരു ജാവ പ്രോഗ്രാമിലാണ് ഈ മൈ ക്ലാസ്സും കോൺസ് ഡെമോയും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് കോൺസ് ഡെമോയിലാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. മെയിൻ ഫംഗ്ഷൻ ആണ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കുക, പബ്ലിക് ക്ലാസ് കോൺസ് ഡെമോ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്, മൈ ക്ലാസ് p1 is equal to ന്യൂ മൈ ക്ലാസ്. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, ഈ ഒരു മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ മൈ ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മൈ ക്ലാസ് p1 is equal to ന്യൂ മൈ ക്ലാസ്, മൈ ക്ലാസ് p2 is equal to ന്യൂ മൈ ക്ലാസ്. t1 and t2 are the objects of my class. ഓക്കെ ആണോ? ഈ രണ്ട് ക്ലാസ്സും സെയിം പ്രോഗ്രാമിലുള്ളതാണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നമ്മൾ കോൺസ് ഡെമോ ക്ലാസ്സിൽ വെച്ചു, മൈ ക്ലാസ് എന്നുള്ളത് ജസ്റ്റ് ഒരു ക്ലാസ്. ഓക്കെ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. എടാ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷനിൽ ഈ മൈ ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ CPP ആണെങ്കിൽ എന്താണ്, മെയിൻ ഫംഗ്ഷനിൽ മാത്രമേ ചെയ്യുള്ളൂ. മെയിൻ ഫംഗ്ഷൻ ഒരു ക്ലാസിന്റെ അകത്ത് ചെയ്യില്ല അല്ലെ. ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഒരു സെപ്പറേറ്റ് ക്ലാസിന്റെ അകത്തായിരിക്കും ജാവയിൽ. ഓക്കെ, ഓക്കെ, എന്നിട്ട് t1 t2 രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു മൈ ക്ലാസ്സിന്. then system.out.println t1.x plus space plus t2.x. t1ലെ എക്സും എക്സിന്റെ വാല്യൂം t2 എന്നുള്ള ഒബ്ജക്റ്റിന്റെ എക്സിന്റെ വാല്യൂം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പം ആദ്യത്തെ ഈ t1 എന്നുള്ള ഒബ്ജക്റ്റിലെ എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തിട്ട് ഒരു സ്പേസ് വേണം. അതിനുശേഷം t2 എന്നുള്ള ഒബ്ജക്റ്റിനകത്തുള്ള എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൈ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഒരു എക്സ് എന്നുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആ എക്സിന്റെ വാല്യൂ 10 ആണെന്ന് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ t1 ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം t1ൽ ഈ എക്സ് ഉണ്ടാവും, എക്സിന്റെ വാല്യൂ 10. t2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും t2ലും ഒരേ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ, മൈ ക്ലാസ്സിന് ഒരേ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉള്ളൂ എക്സ്, അത് തന്നെ t2ലും ഉണ്ടാവും. കൺസ്ട്രക്ടർ വഴി ആ എക്സിന്റെ വാല്യൂ 10 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ 10 സ്പേസ് 10 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഹലോ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ, അർച്ചിത, അരുൺ, അശ്വീത, ചന്ദ്രലേഖ, ഗോപിക, ഹഷ്, ഹിപ്സു ആബ്സെന്റ് ആണോ?
ഹിപ്സു ആബ്സെന്റ്. ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, സനില, ഹരിത ആബ്സെന്റ്. ശിശിര, സൗമ്യ ആബ്സെന്റ് ആണോ? ഓക്കെ, ഹിപ്സു, ഹരിത, സൗമ്യ absentees. Okay, thank you.